ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പിയാണ്. ഇത് നമ്മുടെ മേക്കപ്പ് വർക്കിന്റെ അന്നെടുത്ത ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. 4 മണി ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വർക്കലിലാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് വരുന്നത്. ഓട്ടോയിലാണ് നമ്മൾ കൊല്ലം വരെ പോകുന്നത് കേട്ടോ. അങ്ങനെ വന്നു, ട്രെയിനിൽ കയറി. പക്ഷെ നമ്മൾ പോകാനിരുന്ന ട്രെയിൻ ഇതല്ല കേട്ടോ. ഇത് നമ്മൾ പോകാനിരുന്ന ട്രെയിനെക്കാട്ടി മുന്നേ വന്നതുകൊണ്ടും വർക്കലയിൽ സ്റ്റോപ്പ് ഉണ്ടായതുകൊണ്ടും നമ്മൾ ഈ ഒരു ട്രെയിനിൽ കയറി കേട്ടോ. അങ്ങനെ വർക്കലയിൽ വന്ന് ഇറങ്ങി അവിടുന്ന് നമുക്ക് വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഉടനെ തന്നെ റോൾ ചെയ്ത സാരി നമ്മൾ മെഷർമെന്റ് ഒക്കെ എടുത്ത് പ്രീപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഹെയർ പ്രിപ്പിന് ശേഷം നമ്മൾ ഫേസ് സ്റ്റാർട്ട് ചെയ്തു. ആൾക്ക് റെഫറൻസ് ഉണ്ടായിരുന്നു. ആ ഒരു റെഫറൻസ് ബേസ്ഡ് ആണ് നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഓൾ ലുക്ക് വരുമ്പം അടിപൊളിയായിരിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ആളൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ വേണം, അതുപോലെ തന്നെ മതിയോ, കളർ എങ്ങനെയാണ്, എന്തൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോ. അറ്റ് ദി എൻഡ് അടിപൊളിയായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ റെഫറൻസ് തന്ന അതേ ഹെയർ സ്റ്റൈൽ ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒട്ടുമിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യായിരുന്നു, അതായിരുന്നു ബെറ്റർ എന്നൊക്കെ. നമുക്ക് സജഷൻസ് പറയാൻ പറ്റും, അവർക്ക് ഏതാ ഭംഗിയുള്ളതെന്ന് പറയാൻ പറ്റും. പക്ഷെ അതിലുപരി അവരെ പ്രഷർ ചെയ്യാൻ നമുക്ക് പറ്റില്ല കേട്ടോ. നമ്മുടെ ക്ലയൻസിന് കംഫർട്ടബിൾ ഏതാണോ, അവർക്ക് ഏതാണോ ഇഷ്ടം, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വർക്കിനിടയിൽ നമുക്ക് കഴിക്കാനായിട്ട് പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മേക്കപ്പും ഹെയറും സാരി ഡ്രൈപ്പിംഗും ഒക്കെ കഴിഞ്ഞ് വോൾ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൾ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നുള്ളത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല, ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ എങ്ങനെയാണോ അതുപോലെ തന്നെ. ഐ എം ഇൻ ലവ് വിത്ത് ദിസ്, റിയലി ഐ ലവ് ദിസ്. ഞാൻ ആ വാഷ്റൂമിലൊക്കെ പോയിട്ട് ആ കണ്ണാടി നോക്കി ഞാൻ തന്നെ നോക്കുമായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സൂപ്പർ. സാരി ഡ്രൈപ്പിംഗ് നൈസ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആക്ച്വലി ഡ്രൈപ്പിംഗ്. ബിക്കോസ് മുഖം ചെയ്യുന്നവർക്ക് എപ്പോഴും ഡ്രൈപ്പിംഗ് അറിയണമെന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഡ്രൈപ്പിംഗ് എങ്ങനെ ആയിരിക്കും എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ദിസ് ഇസ് പെർഫെക്റ്റ്. ഓരോ ക്ലയൻസിന്റെ ഫീഡ്ബാക്ക് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അത്രയും വാല്യുബിൾ ആണ്. കാരണം അതുകൊണ്ടായിരിക്കും നമുക്ക് അടുത്ത വർക്ക് വരുന്നുണ്ടാവുക. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഏത് മേക്കപ്പ് ലുക്ക് വേണമെന്നുണ്ടെങ്കിലും എന്റെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ പേര് അശ്വതി, എന്റെ പേജിന്റെ പേര് സിഗ്നേച്ചേഴ്സ് ബൈ അശ്വതി. എന്റെ കോൺടാക്ട് നമ്പറും പേജിന്റെ പേരും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. നമ്മൾ ഓൾ കേരള വർക്കാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ബൈ.